ഡയറക്ഷൻ ഇ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th പ്രിലിംസിന് കെമിസ്ട്രിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കാത്ത ഘടകം ഏത്? ഓക്കെ, അപ്പോൾ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത് ഗാഢത, അതുപോലെ താപനില, മർദ്ദം, അതൊക്കെയാണ്. എന്നാൽ അഭികാരകങ്ങളുടെ നിറം എന്തിനെ സ്വാധീനിക്കുന്നില്ല? രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നില്ല. ഇത് ഈ ഗാഢത, താപനില, മർദ്ദം ഇവ കൂടാതെ വരുന്നതാണ് ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ്, ഓക്കെ, സർഫേസ് ഏരിയ, അതുപോലെ ഉൽപ്രേരകം, പ്രകാശം, ഇതൊക്കെ ഈ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. എന്നാൽ അഭികാരകങ്ങളുടെ നിറം എന്തല്ല? സ്വാധീനിക്കുന്ന ഘടകമല്ല. അടുത്ത ചോദ്യം, രാസവസ്തുക്കളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്? രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ്, H2SO4 ആണ്. ഓക്കെ, കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും സൾഫ്യൂറിക് ആസിഡ് ആണ്. എന്നാൽ സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ് ആണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ നൈട്രിക് ആസിഡും ചേർന്ന മിശ്രിതമാണ് എന്ത്? അക്വാറീജിയ എന്ന് പറയുന്നത്. ഓക്കെ, ആ രണ്ടും ചേർന്ന മിശ്രിതമാണ് എന്ത്? അക്വാറീജിയ. അതായത് അതിൽ നൈട്രിക് ആസിഡ് വരുന്നത്, അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അനുപാതം 1:3 ആണ്. ഓക്കെ, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് അറിയപ്പെടുന്നത്? ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ആനോഡ് എന്നാണ് അറിയപ്പെടുന്നത്. നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡാണ് ഏത്? കാഥോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിൻ, ലെഡ് എന്നീ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. ടിൻ, ലെഡ് എന്നിവ കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹങ്ങളാണ്. ഈ കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിന്ന്, ലെഡ് തുടങ്ങിയവയിൽ നിന്ന് ഉയർന്ന ദ്രവണാങ്കമുള്ള അപദ്രവ്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഏത്? ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയുന്നത്. ഏതാണ്? ഉരുക്കി വേർതിരിക്കൽ. എന്നാൽ അതേപോലെ തന്നെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി, സിങ്ക്, കാഡ്മിയം, മെർക്കുറി, ഇതെന്താണ്? ഇത് തിളനില കുറഞ്ഞ ലോഹങ്ങളാണ്. ഈ തിളനില കുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഇത് സ്വേദനം. തിളനില കുറഞ്ഞ ലോഹങ്ങളെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതി ഏതാണ്? സ്വേദനം. ടിന്ന്, ലെഡ് തുടങ്ങിയ കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഉരുക്കി വേർതിരിക്കൽ. അടുത്ത ചോദ്യം, സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിൽ കാണപ്പെടുന്ന മൂലകങ്ങൾ ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏത്? സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം ഈ 3 അവസ്ഥയിലും കാണപ്പെടുന്ന മൂലകങ്ങൾ ഉൾക്കൊള്ളുന്ന ബ്ലോക്കാണ് ഏത്? പി ബ്ലോക്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, പി ബ്ലോക്ക്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? പി ബ്ലോക്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, 13 മുതൽ 18 വരെയാണ് പി ബ്ലോക്കിൽ വരുന്നത്. ഇനി ഈ 1, 2 പിന്നെ 13 മുതൽ 18 വരെയുള്ള 1, 2 എസ് ബ്ലോക്ക് ആണ്. ഇത് എസ് ബ്ലോക്ക് ആണ്, ഇത് പി ബ്ലോക്ക് ആണ്. അപ്പം ഈ 1ലെയും 2ലെയും പിന്നെ 13 മുതൽ 18 വരെയുമുള്ള ഈ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ നമ്മൾ പ്രാതിനിധ്യ മൂലകങ്ങൾ അഥവാ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. കാരണം അത് എല്ലാ അവസ്ഥകളെയും പ്രതിനിധീകരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ വിളിക്കുന്നത്, പ്രാതിനിധ്യ മൂലകങ്ങൾ അഥവാ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ്. അടുത്ത ചോദ്യം, വലയ സംയുക്തങ്ങൾ രൂപീകരിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? അത് 3 ആണ്. അടുത്ത ചോദ്യം, പെയിന്റ് നിർമ്മാണത്തിലെ ലായകമായി ഉപയോഗിക്കുന്നത് മെഥനോൾ ആണ്. ഓക്കെ, മെഥനോൾ ആണ്. അടുത്ത ചോദ്യം, ഉഭയദിശാ പ്രവർത്തനത്തിൽ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രവർത്തനമാണ്. അതായത് ഉഭയദിശാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇരുഭാഗങ്ങളിലേക്ക് നടക്കുന്നത്. അതാണ് എന്ത്? ഇരുദിശകളിലേക്ക് നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് ഉഭയദിശാ പ്രവർത്തനങ്ങൾ. അതിൽ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ അത് പുരോപ്രവർത്തനമാണ്. അതാണ് ആൻസർ വരിക, പുരോപ്രവർത്തനം.
എന്നാൽ ഫോർവേഡ് റിയാക്ഷൻ. എന്നാൽ ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് ഇത് പശ്ചാത് പ്രവർത്തനം അഥവാ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ NH4Cl അമോണിയം ക്ലോറൈഡ്, അതൊരു ഉഭയദിശാ പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിൽ അമോണിയം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിൽ ഇരുദിശകളിലേക്കും ഇവിടെ പ്രവർത്തനം, ഫോർവേഡ് റിയാക്ഷനും ഉണ്ട് ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട്. അപ്പം അതിൽ ഫോർവേഡ് റിയാക്ഷൻ ആണ് ഇത് പുരോപ്രവർത്തനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മോൾ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 23-നാണ്. ഓക്കെ, മോൾ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 23-ആണ്. അടുത്ത ചോദ്യം, ഓക്കെ, ZRA എന്ന് പറയുന്നത് ഒരു മൂലകത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആറ്റത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് നോക്കിയേക്കാം. Z എന്ന് പറയുന്നത് എന്താ? ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെ എണ്ണം, നമ്പർ ഓഫ് പ്രോട്ടോൺസ്. Z എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഓക്കെ, ഇനി A എന്ന് പറയുന്നത് എന്താണ്? A എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. ഓക്കെ, A എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. ആ മാസ് നമ്പർ, Z എന്ന് പറഞ്ഞാൽ അറ്റോമിക നമ്പർ ആണ്, അതായത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക നമ്പർ. ഓക്കെ, A എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ തുകയാണ് എന്ത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? അറ്റോമിക് നമ്പർ മൈനസ് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ മൈനസ് മാസ് നമ്പർ ആണ് എന്ത്? ഒരു ആറ്റത്തിലുള്ള ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇത്തരം വീഡിയോസ് കൂടുതലായി ലഭിക്കാനായി ഡയറക്ഷൻ ഇ-ലേണിംഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്